കർണാടകയിലെ ഷിരൂരിൽ ട്രക്കിന്റെ പൊസിഷൻ കണ്ടെത്താൻ ആധുനിക ഡ്രോൺ പരിശോധന നടത്തും. സ്പോട്ട് 2-ലും 3-ലുമാകും പരിശോധന നടത്തുക. സ്പോട്ട് 3-ൽ ലോഹവസ്തു ചിതറിക്കിടക്കുന്നുവെന്ന സിഗ്നലുകൾ ലഭിച്ചു. ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങി. ഷഫീദ് റാവുത്തർ ഷിരൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് ഈ തിരച്ചിൽ സംബന്ധിച്ച് നിരാശ ഉള്ളൊരു വാർത്ത തന്നെയാണ്. കാര്യമായ പരിപാടികളൊന്നും ഇവിടെ നടക്കുന്നില്ല. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ റാമ്പ് നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളല്ലാതെ മറ്റൊരു തരത്തിലുള്ള തിരച്ചിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എക്സ്കവേറ്റർ ഉപയോഗിച്ച് നേരത്തെ ആ കടയിരുന്ന ഭാഗത്തെ മണ്ണ് നീക്കി. പക്ഷേ പിന്നീട് ആ തിട്ടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പരിമിതി മറികടക്കാൻ അവിടെ കുറച്ചുകൂടി മണ്ണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അല്പസമയം മുൻപാണ് വേണു ഈ ഡ്രോൺ പരിശോധന, ഐബോർഡ് ഡ്രോൺ പരിശോധന സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഗംഗാവലി നദിയുടെ മുകളിൽ ഈ ഡ്രോൺ പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി 8:15 ആ പരിശോധനയിൽ സ്പോട്ട് 2-ലും 3-ലും വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ പരിശോധനയിൽ ഇവിടെ നിന്ന് ദുർബലമായ സിഗ്നലുകളാണ് ലഭിച്ചത്. പക്ഷേ സ്പോട്ട് 3-ൽ ലോഹവസ്തുക്കൾ കിടക്കുന്നുവെന്ന സിഗ്നലുകൾ ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ പുതിയൊരു സാങ്കേതിക വിദ്യ, അത് ശക്തിയുള്ള ശേഷി കൂടിയ ട്രാൻസ് ഈ സ്ട്രെങ്ത് കൂടിയ ട്രാൻസ് റിസീവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡൈഇലക്ട്രിക് സിഗ്നൽ വേരിയേഷൻ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യം പ്രഡിക്ഷൻ, ട്രക്ക് എവിടെ എന്നുള്ള സാധനത്തിന്റെ ഒരു കൃത്യം പൊസിഷൻ ഗെയിൻ ചെയ്യാനാണ് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധന സംഘം തീരുമാനിച്ചിട്ടുള്ളത്. റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ സാർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തില്ല. പകരം രാജേന്ദ്രൻ എന്ന പേരുള്ള മറ്റൊരാൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല. ഇതിന്റെ നേതൃത്വം അദ്ദേഹമാണ്. അല്പസമയത്തുള്ള അവരുടെ കൂടുതൽ അംഗങ്ങൾ ഇവിടേക്ക് എത്തി ഡ്രോൺ പരിശോധന നടത്തും. ഈ ഡ്രോൺ പരിശോധന ഏതാണ്ട് ഒരു 11:30 നടത്താൻ കഴിയും, അല്ലെങ്കിൽ നടത്താനുള്ളൊരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. സ്പോട്ട് 2, സ്പോട്ട് 3 ഇവിടെയാണ് ഇവർക്ക് ചില സംശയങ്ങളുള്ളത്. അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും ഡ്രോൺ പരിശോധന, ശേഷിയുള്ള ട്രാൻസ് റിസീവർ ഉപയോഗിച്ചുകൊണ്ട് ആധുനികമായ മറ്റൊരു സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാലാവസ്ഥ നിലവിൽ കുഴപ്പമില്ല. മഴ കഴിഞ്ഞ 1.5 മണിക്കൂർ ഈ പ്രദേശത്ത് പെയ്യുന്നില്ല. അപ്പോൾ തന്നെ അടുത്ത ഘട്ടം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. നമുക്ക് ആ ക്യാമറ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്താൽ ആ ബോട്ട് അവർ ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാം. അതായത് ആ ബോട്ടിന്റെ സ്ഥലത്തേക്ക് നേരത്തെ ഈ ബോട്ട് നദിയിലിറങ്ങി, ഡിങ്കി ബോട്ട് നദിയിലിറങ്ങി തിരച്ചിലല്ല, അത് അവർ ഈ ഒഴുക്ക് പരിശോധിച്ചതാണ്. പക്ഷേ നേവി സംഘം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടി, ഉന്നത ഉദ്യോഗസ്ഥർക്കും റെസ്ക്യൂ തലവന്മാർക്കും കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ഒഴുക്ക് ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല. കാരണം 7 ഇപ്പോൾ അവർ പറയുന്ന ഒഴുക്കിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറയണം, അത് 3-ലേക്ക് എത്തണം എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാൽ മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം. നിലവിലത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. നാവികസേനയ്ക്ക് ഡൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ഘട്ടം, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ ഒരു പരിശോധനാ നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതും എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഡ്രോൺ പരിശോധന, റാമ്പ് നിർമ്മാണം അത് എത്രത്തോളം നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോൺ വീണ്ടും ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഡ്രോൺ ഇറക്കി വീണ്ടും പരിശോധന നടത്തും. വേണു, ഷഫീദ്, ഈ സ്പോട്ട് 2, 3 അതിന്റെ പ്രത്യേകതയായി എന്താണ് ഈ ദൗത്യസംഘം കരുതുന്നത്? വേണു, അതിൽ സ്പോട്ട് 3-ൽ ഈ ചിതറിക്കിടക്കുന്ന തരത്തിലേക്ക് ചില സാന്നിധ്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹവസ്തുക്കൾ ചിതറിക്കിടക്കുന്നു എന്നുള്ള സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഒടുവിൽ ലഭിച്ച ആ സിഗ്നലുകൾ അത് വീക്ക് സിഗ്നലുകളാണ്, ശേഷി കുറഞ്ഞ സിഗ്നലാണ്. അതുകൊണ്ട് തന്നെയാണ് ശേഷി കൂടിയ ശക്തമായി സിഗ്നൽ റിസീവ് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രാൻസ് റിസീവർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ ആവശ്യമായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അവർ ഔദ്യോഗികമായി അറിയിച്ചതനുസരിച്ച് ഈ 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും വീണ്ടും റീറൺ, അതായത് ഇന്നലെ മാത്രം ഏതാണ്ട് 13 തവണയോളം റൺ നടത്തിയിരുന്നു, ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ വീണ്ടും ഒരു റീറണിന്റെ ആവശ്യകത ഈ പോയിന്റ് 3, സ്പോട്ട് 3, സ്പോട്ട് 2 അതിലവർ കുറച്ചുകൂടി ഊന്നി പറയുന്നത് സ്പോട്ട് 3-ലാണ്. അവിടെ നിന്ന് ഇന്നലെ ലഭിച്ച സിഗ്നലുകളിൽ കാര്യമായി അല്ലെങ്കിൽ ഈ കറക്റ്റ് ഒരു എക്സാക്ട് പൊസിഷൻ കണ്ടെത്തുന്ന സിഗ്നൽ ലഭിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും അവിടെ ഇന്ന് പരിശോധന നടത്തുമ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ അവർക്ക് കിട്ടും. ഒരു കൃത്യം പൊസിഷൻ, ട്രക്ക് എവിടെ എന്നുള്ളതിൽ ഒരു കൃത്യം പൊസിഷൻ കിട്ടും എന്നുള്ളത് അവർ കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആഴമടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു കൃത്യമായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നേവി ഡൈവിംഗ് സംഘത്തിന് സഹായകരമാകും. കാരണം ഈ കുറച്ചൊന്ന് അടിയൊഴുക്ക് മാറിക്കഴിഞ്ഞാൽ, അതൊരു 4-ലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത അവർ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൈവിംഗ് സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷേ വില്ലനായി നിൽക്കുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല.
നദിയുടെ ജലനിരപ്പ് താഴുന്നില്ല, അടിയൊഴുക്കും കുറയുന്നില്ല. ആ രീതിയിൽ വെല്ലുവിളികൾ പലതുണ്ട്. ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോക്കെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നീക്കം ഇവിടെ നടക്കുന്നില്ല. വേണു, അതാണ് യാഥാർത്ഥ്യം. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.